ഋഷി 2 മണിക്കൂർ നിന്നിട്ട് പുറത്തായി കേട്ടോ. അർജുൻ ഇപ്പൊ 1.5 മണിക്കൂർ താണ്ടി 2 മണിക്കൂർ ലക്ഷ്യം വെച്ച് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋഷിയും അർജുനും രണ്ടുപേരുടെയും വക ഒരു ക്ലാസ് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചു നേരം മുമ്പ് ലൈവിന്. അത് ഫുൾ ഇംഗ്ലീഷ് സോങ്സ് ആണ് പാടിക്കൊണ്ടിരുന്നത്. ഋഷി ഒരു MJ ഫാൻ ആണല്ലോ, അതുകൊണ്ട് MJയുടെ കുറച്ച് സോങ്സ് ഒക്കെ കേട്ടു. ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രീതു ഒക്കെ ഒരു 1/4 മണിക്കൂർ നിന്നിട്ട് പോകുന്നുണ്ട്. ഋഷി ഔട്ടായതിനു ശേഷം വന്ന് നിന്നതാണ്. ശ്രീതു ആ ഒരു സീസോ പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. അതിന്റെ ബോൾട്ട് ഇളക്കിയതോ അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. അത് ശരിയാക്കിയതിന് ശേഷം പിന്നെ ജിൻഡോ മത്സരിക്കാനായിട്ട് വരുന്നുണ്ട്. ജിൻഡോ ഷൂ ഒക്കെ ഒരു കാലം മാത്രം ഇട്ട് വന്നിട്ട് 5 മിനിറ്റ് പോലും തേക്കാൻ പറ്റാതെ പുറത്താവുന്നുണ്ട്. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോ പുറത്താവുന്നത്. ഞാൻ ഊഹിച്ചതാണ്, കാരണം പുള്ളി ഒരു ബോഡി ബിൽഡർ ആണല്ലോ. കാലൊക്കെ പെട്ടെന്ന് സ്ട്രെയിൻ ആവാനും മസിൽ കയറാനും ഒക്കെ സാധ്യതയുണ്ട്. വേറെ ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ക്വിറ്റ് ചെയ്തത് നന്നായി എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതൊരു ടിക്കറ്റ് ഫിനാലെ ആണല്ലോ, ഇനിയും ടാസ്കുകളൊക്കെ വരാനുണ്ട്. പറ്റുന്ന ടാസ്ക് ആണെങ്കിൽ അവിടെ നമ്മൾ പിടിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ അത് വേറെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല. എന്തായാലും അർജുൻ എങ്ങനെയും നോറേനെയും ഋഷിനെയും കടത്തി വെട്ടാൻ അഹോരാർത്ഥം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ അതിനെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അർജുൻ ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. അർജുൻ തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. കൺമണി അൻപോട് ആ പാട്ടൊക്കെ പാടി അവിടെ നിപ്പുണ്ട്. എന്തായാലും നോറേനെയും ഋഷിയെയും തകർക്കാൻ അർജുനെ കൊണ്ട് സാധിക്കട്ടെ. നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.